അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് വണ്ടിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട് നമുക്കൊരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. സിമ്പിൾ എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ സിമ്പിൾ 1 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് 2 വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി സിമ്പിൾ 1 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് സിമ്പിൾ 1ൻ്റെ S സീരീസും കൂടെ കറൻറ്റ്ലി അവൈലബിൾ ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഏതറുമായിട്ട് ഒരുപാട് സാമ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഹെഡ്ലൈറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള വൈറ്റ് LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നൈറ്റ് ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഈ ഹെഡ്ലൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ 2 സൈഡിലായിട്ടാണ് 2 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അത് കൂടാണ്ട് തന്നെ ഫ്രണ്ട് പോർഷനിൽ 2 ഡേ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡേ ലൈറ്റ്സ് ശരിക്കും വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ മിററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും മിററും അത്യാവശ്യം നല്ല രീതിയിൽ ഷാർപ്പണായിട്ടുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതും വണ്ടിയുടെ ലുക്കിന് അത്യാവശ്യം നല്ല മാച്ച് ആവുന്ന രീതിക്കാണ് മിറേഴ്സ് ഉള്ളത്. വണ്ടിയുടെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ വണ്ടിക്ക് ഉണ്ട്. പാട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടൺസുകളെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് നമുക്ക് മറ്റ് ഇലക്ട്രിക് വെഹിക്കിളിൽ നോക്കുന്ന സമയത്ത് നമുക്കിതിന് കീ അവൈലബിൾ ആണ്. ഈ കീയുടെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു 3 കിലോ വരെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹുക്കുണ്ട്. ഈ ഹുക്കിന് മുകളിലായിട്ടാണ് നമുക്ക് സ്പീക്കറും വരുന്നത്. വണ്ടിയുടെ ഹുക്കിൻ്റെ നിയറായിട്ട് തന്നെയാണ് നമുക്ക് ചാർജിങ് സ്പോട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് സീറ്റിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റ് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് ഈ വണ്ടിക്ക് ഈ ഒരു മോഡലാണ്. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. ബ്രേക്കിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് മോണോഷോക്കും വരുന്നുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബാറ്ററീൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമുക്ക് 2 ബാറ്ററി അവൈലബിൾ ആണ്. ഒരെണ്ണം നോർമലി നമുക്ക് നോർമൽ ബാറ്ററിയും അതുപോലെ തന്നെ വേറൊരെണ്ണം നമുക്കൊരു പോർട്ടബിൾ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വണ്ടിയുടെ ഡിക്കിലായിട്ടാണ് പോർട്ടബിൾ ബാറ്ററി വരുന്നത്. പോർട്ടബിൾ ബാറ്ററിയുടെ സൈഡിലായിട്ട് തന്നെ നമുക്ക് മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ ചാർജിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്കിപ്പം വണ്ടിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ലോട്ടും അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി കാണാം വണ്ടിക്ക് നമുക്ക് മെയിൻലി ഒരു 4 മോഡാണ് വരുന്നത്. അതിപ്പം എക്കോ മോഡ്, റൈഡ് മോഡ്, ഡാഷ് മോഡ്, അതുപോലെ തന്നെ സോണിക് മോഡ്. അപ്പോൾ അത് നമ്മൾ വണ്ടി ഏത് മോഡിലാണെന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വിസിബിൾ ആകും. അതുപോലെ തന്നെ കിലോമീറ്ററിൻ്റെ കണക്ക് കാണിക്കുന്നുണ്ട്, റേഞ്ചിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ദെൻ നമുക്ക് കറണ്ട് സ്ട്രിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മേലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മോട്ടോർ ഓൺ ഓഫ് ആണോ എന്നുള്ളത് കാണാം. ദെൻ അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ സ്വിച്ചസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് റിവേഴ്സിൻ്റെ സ്വിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് മോട്ടോർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ വരുന്നത്. നമ്മൾ ആക്ച്വലി ഒരു ചെറിയ വീഡിയോ ആണ് ഇട്ടത്. സോ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു 2500 കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ കറൻറ്റ്ലി. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കിപ്പം എന്തായിരുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.